Good morning, children. Welcome back to our English class. Today, we are just moving to a new chapter, that is, The Nightingale and the Rose by Oscar Wilde. He was an Irish poet, fiction writer, and an essayist. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് നൈറ്റിംഗേൽ ആൻഡ് ദി റോസ്. എഴുതിയിരിക്കുന്നത് ഓസ്കാർ വൈൽഡ് എന്ന ഐറിഷ് ആയിട്ടുള്ള ഒരു ഫിക്ഷൻ റൈറ്ററും പോയറ്റും ഒരു എസ്സേയിസ്റ്റും കൂടിയാണ് അയാൾ. അപ്പോൾ ഈ ഒരു പാഠത്തിലേക്കാണ് നമ്മൾ പാഠമാണെന്ന് തുടങ്ങുന്നത്. ഡു യു നോ നേച്ചർ സംടൈംസ് സൂട്ട്സ് us ആൻഡ് ഷെയർസ് അവർ പെയിൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് us when we are in trouble or need. Here, The Nightingale and the Rose is a story about how nature helps man in times of need. അതായത് പ്രകൃതി ചിലപ്പോൾ നമ്മളുടെ ദുഃഖങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മളെ വളരെയധികം ആശ്വസിപ്പിക്കാറുണ്ട്. നമ്മൾ ഒരു ദുഃഖത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിളിലോ ആവുമ്പോൾ പ്രകൃതി നമ്മളെ വളരെയധികം ആശ്വസിപ്പിക്കും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിലും എങ്ങനെയാണ് പ്രകൃതി ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. Oscar Wilde's The Nightingale and the Rose is a beautiful story which tells how some treat love as a silly thing. അതായത് ചിലർ സ്നേഹത്തെ എങ്ങനെ ഒരു സില്ലി ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എ യങ് സ്റ്റുഡൻറ് വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം ക്രൈയിങ്. ഹിസ് ലവ് ഹാഡ് ടോൾഡ് ഹിം ദാറ്റ് ഷീ വുഡ് ഡാൻസ് വിത്ത് ഹിം ഓൺലി ഇഫ് ഹി ബ്രോട്ട് ഹെർ എ റെഡ് റോസ്. But he could not find any red rose anywhere. The nightingale heard him from her nest this. അതായത് ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് ഒരു യങ് സ്റ്റുഡൻറ്റിനെയാണ്. ആ യങ് സ്റ്റുഡൻറ്റ് വളരെ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഹി വാസ് ക്രൈയിങ്. എന്തുകൊണ്ടാണ് കരയുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ലവർ ഈ കുട്ടിയോട് പറഞ്ഞു, ഈ കുട്ടിയുടെ കൂടെ ഡാൻസ് ചെയ്യണമെങ്കിൽ ഒരു റെഡ് റോസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ കുട്ടിയുടെ കൂടെ ഡാൻസ് ചെയ്യുകയുള്ളൂ എന്ന് ലവർ പറഞ്ഞു. പക്ഷേ ഹി കുഡ് നോട്ട് ഫൈൻഡ് എനി റെഡ് റോസ് ഇൻ ഹിസ് ഗാർഡൻ. ഒരു റെഡ് റോസ് പോലും ഈ കുട്ടിക്ക് ഗാർഡനിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ ദ ബോയ് ബിക്കം വെരി സാഡ് ആൻഡ് ഹി വാസ് ക്രൈയിങ്. ദിസ് സ്റ്റോറി ദ നൈറ്റിംഗേൽ വൺ നൈറ്റിംഗേൽ ഹേർഡ് ദിസ് ബൈ സിറ്റിംഗ് ഇൻ ഹെർ നെസ്റ്റ്. നൈറ്റിംഗേൽ ഈ കുട്ടിയുടെ ദുഃഖങ്ങൾ, ഈ കുട്ടിയുടെ സങ്കടം അവിടെ കൂട്ടിലിരുന്നുകൊണ്ട് ഇത് കേൾക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ദി ചാപ്റ്റർ. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് 139, പേജ് നമ്പർ 139, ദ നൈറ്റിംഗേൽ ആൻഡ് ദി റോസ്. ഐ വിൽ റീഡ്. She said that she would dance with me if I brought her red roses, cried the young student. But in all my garden there is no red rose. From her nest in the oak tree, the nightingale heard him, and she looked out through the leaves and wondered. No red rose in all my garden, he cried, and his beautiful eyes filled with tears. Oh, on what little things does happiness depend! I have read all that the wise men have written, and all the secrets of philosophy are mine. Yet for want of a red rose in my life made wretched. Here at last is a true lover, said the nightingale. Night after night have I sung of him, though I knew him not. Night after night I have told his story to the stars, and now I see him. His hair is dark as the hyacinth blossom, and his lips are red as rose of his desire. But passion has made his face like pale ivory, and sorrow has set her seal upon his brow. Here, a young student was sitting in his room, crying. I have told you earlier, young student was sitting in his room by crying. Why he was crying? എന്തുകൊണ്ടാണ് കരയുന്നത്? His love had told him that she would dance with him only if he brought her a red rose. അതായത് ഒരു റെഡ് റോസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഡാൻസ് ചെയ്യൂ എന്ന് ആ സ്റ്റുഡൻറ്റിൻ്റെ ലവർ പറഞ്ഞിരിക്കുകയാണ്.
സോ ദർ വാസ് നോ റെഡ് റോസ് ഇൻ ഹിസ് ഗാർഡൻ. ആ ഗാർഡനിലാണെങ്കിൽ ഒരു റെഡ് റോസ് പോലും ഇല്ല. ടിയേഴ്സ് ഫാൾ ഫ്രം ഹിസ് ഐസ്. അതായത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ എ നൈറ്റിംഗേൽ ഹേർഡ് ദിസ് ആൻഡ് ഷീ സർപ്രൈസ്ഡ് ടു ഹിയർ ദിസ്. ഇത് കേട്ടപ്പോൾ നൈറ്റിംഗേലിന് വളരെയധികം സർപ്രൈസായി. ആൻഡ് ഷീ വാസ് ടോട്ടലി സർപ്രൈസ് ടു ഹിയർ ദിസ് ആൻഡ് ഷീ ലുക്ക് ദാറ്റ് ബോയ്. ആ കുട്ടിയെ നോക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ് ഹെയർ ഈസ് ഡാർക്ക് ആസ് ഹയാസിൻ ബ്ലോസം. ഹിസ് ഹെയർ ഈസ് ഡാർക്ക് ആസ് ഹയാസിൻ ബ്ലോസം. ഒരു ചെടിയുടെ പൂ പോലെ അത്രയ്ക്കും ഡാർക്കാണ്. ഹയാസിൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്. അതിൻ്റെ പൂ പോലെ വളരെ ഡാർക്കാണ് ഈ കുട്ടിയുടെ ഹെയർ. ഹിസ് ലിപ്സ് ആർ റെഡ് ആസ് റോസ്. ചുണ്ടാണെങ്കിൽ റെഡിഷ് കളറാണ്. ആൻഡ് ഹിസ് പാഷൻ ഹാസ് മെയ്ഡ് ഹിസ് ഫേസ് ലൈക്ക് പെയിൽ ഐവറി. അതായത് ആ കുട്ടിയുടെ സങ്കടം, ആ മുഖമാകെ വെളുത്തിരിക്കുകയാണ്. ആൻഡ് ഹിസ് സോറോ ഹാസ് സെറ്റ് ഹർ സീൽ അപ്പോൺ ഹിസ് ബ്രോ. ആ നെറ്റത്ത് ആ ദുഃഖം ഒരു സീൽ പോലെ ഉണ്ട്, സീലായിട്ടുണ്ട്. മുഖം നോക്കിയാൽ തന്നെ ആ ദുഃഖം നമുക്ക് അറിയാം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. Okay, we can move to next. The prince gives a ball tomorrow night, murmured the young student, and my love will be of company. If I bring her a red rose, she will dance with me till dawn. But there is no red rose in my garden, so I shall sit lonely, and she will pass me by, and she will have no heed of me, and my heart will break. അതായത് പ്രിൻസ് ഒരു ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫീസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ രാത്രി. അപ്പോൾ ഈ ഒരു റെഡ് റോസ് കൊണ്ടു കൊടുത്താൽ മാത്രമേ എൻ്റെ ലവർ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുകയുള്ളൂ. അതായത് പുലരും വരെ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് റെഡ് റോസ് കിട്ടാൻ യാതൊരു വഴിയില്ല. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാതെ വേറെ വല്ലവരെയും കൂടെ കളിക്കും. സോ ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ ഹൃദയം അത് കണ്ട് ഹൃദയം ബ്രേക്ക് ആവുമെന്നാണ് ഈ കുട്ടി പറയുന്നത്. ഓക്കെ, ഹിയർ ഇൻഡീഡ് ഈസ് എ ട്രൂ ലവർ, said the nightingale. What I sing of he suffers. What is joy to me, to him is pain. The musician will sit in their gallery, said the young student, and play upon the stringed instruments, and in my love will dance to the sound of the harp and the violin. He buried his face in his hands and wept. ഇത് കണ്ടുകൊണ്ട് നൈറ്റിംഗെയിലിന് അത്ഭുതമാണ്. നൈറ്റിംഗെയിൽ പറയാന്ന്, ഹിയർ ഈസ് ദി ട്രൂ ലവർ. ഒരു യഥാർത്ഥ ലവറാണ് ഈ നിൽക്കുന്നത്, ഈ വിലപിക്കുന്നത്. നൈറ്റിംഗെയിലിന് ആകെ അത്ഭുതമാണ്. അപ്പോഴും ഈ കുട്ടി സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, നാളെ വൈകിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിട്ട് മ്യൂസിഷ്യൻസ് അവരുടെ ഗാലറിയിൽ ഇരിക്കുന്നുണ്ടാവും. അവരെ പാട്ടിനനുസരിച്ച് എൻ്റെ ലവർ ഡാൻസ് ചെയ്യും. പക്ഷേ എനിക്ക് അവളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകളിൽ മുഖം അമർത്തി ആ കുട്ടി കരയുകയാണ്. Why is he weeping? asked the little green lizard as he ran past him with his tail in the air. Why indeed, whispered a daisy to his neighbor in a soft, low voice. The nightingale said that he was weeping for the red rose. For a red rose, they cried, how very ridiculous! And the little lizard laughed outright. അതായത് ഒരു ഗ്രീൻ ലിസാർഡ് പല്ലിയും അതേപോലെ ഡെയ്സി ഫ്ലവറും ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കുട്ടി കരയുന്നത്? അപ്പോൾ നൈറ്റിംഗേൽ പറയാണ്, അവൻ കരയുന്നത് റെഡ് റോസിന് വേണ്ടിയാണ്. അത് കേൾക്കുമ്പോൾ അവർ കളിയാക്കാണ്, ഒരു റെഡ് റോസിന് വേണ്ടി ഇത്രയധികം കരയാണോ? ഹൗ വെരി റിഡിക്കുലസ് എന്നാണ് പറയുന്നത്. But the nightingale understood the secret of the student's sorrow, and she sat silent in the oak tree and thought about the misery of love. Suddenly she spread her brown wings for flight and soared into the air. She passed through the grove like a shadow. Like a shadow, she sailed across the garden. പക്ഷേ നൈറ്റിംഗെയിലിന് ഈ കുട്ടിയുടെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലായി. നൈറ്റിംഗെയിൽ അവിടെ ആ മരത്തുമ്മ വളരെ സൈലൻ്റായിരുന്നു കൊണ്ട് കുട്ടിയെ നിരീക്ഷിക്കുകയായിരുന്നു. ദുഃഖം, അതായത് ആ സ്നേഹത്തിൻ്റെ ഒരു ദുഃഖം മനസ്സിലായിക്കൊണ്ട് നൈറ്റിംഗെയിലിൻ്റെ ബ്രൗൺ വിങ്സ് പരത്തിക്കൊണ്ട് ആ ഗാർഡനിലാകെ പരതാൻ നോക്കുകയാണ്, സെർച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? റെഡ് റോസിന് വേണ്ടി ആ ഗാർഡനിൽ പറന്ന് നോക്കിക്കൊണ്ടിരിക്കുക. In the center of the grass plot was a beautiful rose tree, and when she saw it, flew over it. Give me a red rose, she cried, and I will sing you my sweetest song.
But the tree shook its head. My roses are white, it answered. But go to my brother who grows round the round old sundial, and perhaps he will give you what you want. അങ്ങനെ നൈറ്റിംഗേൽ ഒരു റോസ് ട്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഗീവ് മി എ റെഡ് റോസ്, എനിക്കൊരു റെഡ് റോസ് തരൂ, ഞാൻ നിനക്ക് വേണ്ടി ഈ എൻ്റെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള സൗണ്ടിൽ നല്ലൊരു സോങ് പാടി കേൾപ്പിക്കാം, നീ എനിക്കൊരു റെഡ് റോസ് തരൂ. അപ്പോൾ റോസ് ട്രീ പറയാണ്, മൈ റോസസ് ആർ വൈറ്റ്, എൻ്റെ റോസ് വൈറ്റ് ആണ്, റെഡ് അല്ല. ഒരു കാര്യം ചെയ്യൂ, ഗോ ടു മൈ ബ്രദർ ആൻഡ് ഹീ സ്റ്റാൻഡിങ് ആൻഡ് ഓൾഡ് സൺഡയൽ, ആ സൺഡയലിൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചെല്ലൂ, ഹി മേ ഗിവ് യു വാട്ട് യു വാണ്ട്, അതായത് നിനക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ അവൻ തന്നിരിക്കാം. So the nightingale flew over to the rose tree that was growing round the old sundial. Give me a red rose, she cried, and I will sing you my sweetest song. But the tree shook its head. My roses are yellow, it answered, as yellow as the hair of mermaiden. But go to my brother who grows beneath the student's window, and perhaps he will give you what you want. അപ്പോൾ പറയാണ് എൻ്റെ അടുത്ത്, അപ്പോൾ ഷീ അപ്രോച്ച് ദി അതർ റെഡ് റോസ്, അല്ല റോസ് ട്രീ. അപ്പോൾ റോസ് ട്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, സൺഡയലിൻ്റെ അടുത്തുള്ള റോസ് ട്രീയുടെ അടുത്തേക്ക് ചെന്ന് പ്ലീസ് ഗീവ് മി എ റെഡ് റോസ് എന്ന് പറയാണ്. അപ്പോൾ റോസ് ട്രീ പറയാം, മൈ റോസസ് ആർ യെല്ലോ, അതായത് ഒരു മത്സ്യകന്യകയുടെ മുടി പോലെ അത്രയ്ക്കും യെല്ലോയിഷ് കളറാണ് എൻ്റെ. ഒരു കാര്യം ചെയ്യൂ, ആ സ്റ്റുഡൻറ്റിൻ്റെ ജനലയ്ക്ക് അരികെ നിൽക്കുന്ന റോസ് ട്രീയോട് ചോദിക്കൂ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് റെഡ് റോസ് തരും. സോ ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ to the rose tree that was growing beneath the student's window. Give me a rose tree, she cried, and I will sing you my sweetest song. But the tree shook its head. My roses are red, it answered, as red as the feet of the dove, and redder than the great fans of coral that wave in the ocean cavern. But the wind has chilled my veins, and the frost has nipped my buds, and storm has broken my branches, and I shall have no roses at all this year. അപ്പോൾ ആ കുട്ടിയുടെ വിൻഡോൻ്റെ അടുത്തുള്ള റോസ് ട്രീയെ സമീപിക്കുകയാണ് ആര്യ നൈറ്റിംഗേൽ. Then the rose tree told him, she cried, and she told him that my roses are red. എൻ്റെ റോസസ് റെഡാണ്, പക്ഷെ അതെനിക്ക് തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ, മഞ്ഞുകാലം എൻ്റെ വെയിൻസിനെയൊക്കെ ചിൽഡാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തണുപ്പിച്ചു. അതായത് മഞ്ഞ് എൻ്റെ ബഡ്സെല്ലാം നിപ്പ് ചെയ്ത് കളഞ്ഞു. നിപ്പ് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോയി. മഞ്ഞ് കാരണം എൻ്റെ ഇതെല്ലാം നുള്ളിക്കളഞ്ഞു. മഞ്ഞ് കാരണം എൻ്റെ ബഡ്സ്, മുട്ടുകളെല്ലാം നുള്ളിക്കളഞ്ഞു. അതുമാത്രമല്ല, സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്, എൻ്റെ കൊമ്പുകളെല്ലാം ഈ കാറ്റ് വീശി കൊടുങ്കാറ്റിൽ ഒടിഞ്ഞു വീണു. അതുകൊണ്ട് ഇക്കൊല്ലം എൻ്റെ കയ്യിൽ റെഡ് റോസ്, എൻ്റെ കയ്യിൽ ഫ്ലവർ ഉണ്ടാവില്ല എന്ന് പറയും. വൺ റെഡ് റോസ് ഈസ് ഓൾ ഐ വാണ്ട്, ക്രൈഡ് ദി നൈറ്റിംഗേൽ. ഓൺലി വൺ റെഡ് റോസ്. ഈസ് ദർ no way by which I can get it? There is a way, answered the tree, but there is so terrible that I dare to tell it to you. അപ്പോൾ ചോദിക്കുകയാണ്, is there any way to get one red rose? ഒരു റെഡ് റോസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നൈറ്റിംഗേൽ ചോദിക്കുകയാണ്. അപ്പോൾ റോസ് ട്രീ പറയാം, there is one way, but I dare to tell it to you. എനിക്ക് പേടിയാണ് അത് നിന്നോട് പറയാൻ. There is one way. If you want a red rose, said the tree, you must build it out of the music by moonlight, and stain it with your own heart blood, and you must sing it to me, your heart brushed against a thorn. All night long you must sing to me, the thorn must pierce your heart, and life blood must flow into my veins and become me. അതായത് നീ ഒരു കാര്യം ചെയ്താൽ മാത്രമേ, നിൻ്റെ മ്യൂസിക്കിലൂടെ മാത്രമേ അത് നമുക്ക് റെഡ് റോസ് ഉണ്ടാവുകയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ നെഞ്ച്, നിൻ്റെ ഹൃദയം എൻ്റെ മുള്ളിനോട് ചേർത്ത് വെച്ച് രാത്രി മുഴുവൻ, ആ നിലാവുള്ള രാത്രി മുഴുവൻ നീ പാട്ട് പാടണം. ഓൾ നൈറ്റ് ലോങ് യു മസ്റ്റ് സിങ് ടു മീ, എനിക്ക് വേണ്ടി പാടണം. അങ്ങനെ ആ മുള്ള് നിൻ്റെ ഹാർട്ടിലൂടെ തുളച്ച് കയറി നിൻ്റെ ലൈഫ് ബ്ലഡ് എൻ്റെ വെയിൻസിൽ കൂടെ പോയാൽ മാത്രമേ എനിക്കൊരു റെഡ് റോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? റോസ് ട്രീ പറയുന്നത്. ഓക്കെ, ദിസ് മച്ച് ഓഫ് ടുഡേയ്സ് ചാപ്റ്റർ, ടുഡേയ്സ് പോർഷൻ. You go through the chapter thoroughly and study the meaning. Okay, thank you.